ഓണ ദിവസം നമ്മുടെ ഒട്ടുമിക്ക വീടുകളിലും കുറച്ച് ചോറും കറിയൊക്കെ ബാക്കി വരില്ലേ? അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ചോറും കറിയൊക്കെ ബാക്കി വരുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യാററിയോ? പുളിഞ്ചോറ് ഉണ്ടാക്കും കേട്ടോ. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകില്ല. പുളിഞ്ചോറ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കി വരുന്ന ചോറും കറിയും അവിയലും കേടുവരാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ടാകില്ല, അതെല്ലാം കൂടെ ഒരു ചട്ടിയിലേക്ക് ഇട്ട് വെക്കും. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെക്കും. ഇത് ഓണത്തിൻ്റെ അന്ന് രാത്രി ചെയ്ത് വെക്കണേ, എന്നെങ്കിലേ പിറ്റേ ദിവസം കഴിക്കാൻ പറ്റുള്ളൂ. ഒട്ടുമിക്ക എല്ലാ ഇതുപോലുള്ള പരിപാടികൾ കഴിഞ്ഞാലും എൻ്റെ അമ്മ അതുപോലെ ഉണ്ടാക്കി തരാറുണ്ട്. പ്രത്യേകിച്ച് ഓണത്തിൻ്റെ അന്ന് അത് പിറ്റേ ദിവസം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ പുളിഞ്ചോറിൻ്റെ മെയിൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഉണക്കമീനും പപ്പടമാണ്. ഞാൻ അത് അച്ഛൻ്റെ അടുത്ത് കടയിൽ പോയി ഉണക്കമീൻ വാങ്ങിക്കൊണ്ടിരാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ വേഗം പോയി ഉണക്കമീൻ പൊരിച്ചതും പപ്പടമൊക്കെ ഉണ്ടാക്കി തന്ന് ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ളൊരു സാധനമാണ്. പിന്നെ ഇപ്രാവശ്യം പോട്ടെ, ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.